എല്ലാവർക്കും ഋതുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതുണ്ടല്ലോ നമ്മുടെ കൃഷിയെ ഒക്കെ നശിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഇതാണ്ട് ഇവിടെ ഉണ്ട്. നോക്കിക്കേ, ഇത് കണ്ടോ, ഇതെൻ്റെ പുതിനച്ചെടിയാണ്. ഇതിൻ്റെ അകത്ത് ഒരാളിരിപ്പുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഇലയെല്ലാം കൂടെ ഒട്ടിച്ച് വെച്ച് പുഴു കണ്ടോ, ഇതാണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇവന്മാരാണ് എൻ്റെ ചെടിയുടെ മൊത്തം ഇലകളും തിന്ന് നശിപ്പിക്കുന്നത്. ഇത് കണ്ടോ, ഇത് അടുത്തൊരാളാണ്, നമ്മുടെ മത്തങ്ങ വണ്ടെന്ന് പറയുവേ. ഇത് പിന്നെ നമ്മുടെ അടുത്തൊരാളാണ്, ഉറുമ്പും പിന്നെ മീലിമുട്ടയും. പിന്നെ ദാണ്ട് ഇതിൻ്റെ അകത്ത് കൂട് കെട്ടിയിരിക്കുന്നത് കണ്ടോ, ഇത് നമ്മുടെ ചിത്രകീടം എന്ന് പറയവേ. നമ്മുടെ ഇലയിൽ കൂടി ഇങ്ങനെ പടം വരച്ച പോലെ എഴുതിയേക്കുവേ. നമ്മൾ വിചാരിക്കും അതിൻ്റെ അകത്ത് ഒന്നുമില്ലെന്ന്, പക്ഷേ ഇങ്ങനെ ഈ ഓടിയേക്കുന്നതിൻ്റെ അകത്തുണ്ടല്ലോ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കാണുവേ. അതുങ്ങൾ ഈ പുഴുവായിട്ട് അതിൻ്റെ അകത്ത് ഈ ആദ്യം വേണ്ട ഇതുപോലെ പ്യൂപ്പയായിട്ട് വേണ്ട ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം ഉണ്ടല്ലോ ഇത് നമ്മുടെ ചെടികളെ ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഇത് ഈ നമ്മുടെ ഈ ഇലകളുടെ അകത്ത് മൊത്തവും ഇഷ്ടംപോലായിട്ട് ഇങ്ങനെ വ്യാപിക്കുവേ. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ട കീടനാശിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 5-6 അല്ലി വെളുത്തുള്ളിയാണേ. പിന്നെ വേണ്ടത് നല്ല നല്ല എരിവുള്ള കുറച്ച് മുളകുകളാണേ. പിന്നെ നമ്മുടെ വിനാഗിരി വേണേ. പിന്നെ നമ്മുടെ വേപ്പെണ്ണ വേണേ. ഇത് നമ്മുടെ ലിക്വിഡ് സോപ്പാണേ. ആദ്യം ഞാൻ ഈ വെളുത്തുള്ളിയും ഈ മുളകും കൂടെ ഒന്ന് നല്ലതായിട്ട് ചതച്ചെടുത്തിട്ട് വരുന്നത്, എന്നിട്ട് നിങ്ങളെ കാണിക്കാവേ. ഇതാണ്ട് ഇതേ വെളുത്തുള്ളിയും മുളകും കൂടെ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അരിച്ചെടുക്കാവേ ഒന്ന്. ദാണ്ട് നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ദാണ്ട് ഈ അടപ്പിന് ഒരടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. ഇത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് കേട്ടോ. ഒരു 5 ml വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 ml ലിക്വിഡ് സോപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ ഇതിലോട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേപ്പെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതൊരു 5 മില്ലി ആകത്തക്ക രീതിയിൽ ഒഴിച്ച് കൊടുക്കണേ. വേപ്പെണ്ണ ഇല്ലെന്നും പറഞ്ഞ് ആരും ഇത് ചെയ്യാതിരിക്കല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും ഉപയോഗിച്ചാൽ മതിയാകും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ വേപ്പെണ്ണയും സോപ്പും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സാക്കി സ്പ്രെയറിലാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടിച്ചു കൊടുത്ത് നോക്കാവേ. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ എല്ലാം ഇതുപോലെ കൂട് കെട്ടിയിരിക്കുക എല്ലാവരും കൂടെ. എന്നിട്ട് ഇതിൻ്റെ ഇല നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഇല മൊത്തം തിന്ന് തീർക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റിനുള്ളിലുണ്ടല്ലോ ഇതെല്ലാം ചത്തുപോവേ. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ അത്. ഇത് കണ്ടോ, നമ്മളിത് അടിച്ചിട്ട് ഒരു 5 മിനിറ്റ് എടുത്തിട്ടില്ല കണ്ടോ, അന്നേരത്തേക്ക് കണ്ടത് ചത്ത് കണ്ടോ. നോക്കിക്കേ, പിന്നെ ജീവനില്ല കണ്ടോ. ഇത് കണ്ടോ, ഞാനത് അടിച്ചപ്പോഴത്തേക്കിനുണ്ടല്ലോ അയലക്കകത്തൊന്ന് ചാടി ഒരെണ്ണമാണ് കണ്ടോ. അത് ചത്ത് കണ്ടോ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, ആ പുഴു ചത്ത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.